പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി അവങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ റേറ്റിംഗ്സിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അമേരിക്കയിൽ USA നെറ്റ്വർക്ക് എന്ന് പറയുന്ന TV ചാനലിലൂടെ എയർ ചെയ്ത സമ്മർ സ്ലാമിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിന് 1.37 മില്യൺ വ്യൂവർഷിപ്പ് അമേരിക്കയിൽ മാത്രം ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കുറേയധികം മാസങ്ങൾക്ക് ശേഷം റേറ്റിംഗ്സ് നല്ലതുപോലെ ഉയർന്നിട്ടുണ്ട്. അതിന് ഏക കാരണം സമ്മർ സ്ലാമിന് തലേ ദിവസം നടക്കുന്ന സ്മാക്ഡൗൺ എപ്പിസോഡ് എന്നുള്ള പ്രത്യേകത മാത്രമാണ്. അത് മറ്റ് സൂപ്പർ സ്റ്റാർസിൻ്റെ ഒരു പോപ്പുലാരിറ്റിയോ അവരുടെ ഒരു താരപ്രഭാവമോ ഈ ഒരു റേറ്റിംഗ്സ് ഉയർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. സമ്മർ സ്ലാമിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ വ്യൂവർഷിപ്പ് നല്ലതുപോലെ ഉയർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി സമ്മർ സ്ലാമിന് ശേഷമുള്ള സ്മാക്ഡൗൺ എപ്പിസോഡുകളിൽ ഇപ്പോൾ നമുക്കറിയാം കുറേയധികം ടോപ്പ് സൂപ്പർ സ്റ്റാർസ് റാൻഡി ഓർട്ടൺ, കെവിൻ ഓവൻസ് തുടങ്ങിയ മുൻ ചാമ്പ്യന്മാരുടെ ഒക്കെ ഒരു റിട്ടേൺ നടന്ന് ആ സ്റ്റോറിയൊക്കെ പോകാൻ സാധ്യതയുള്ള സ്മാക്ഡൗൺ എപ്പിസോഡാണ്. അപ്പോൾ റേറ്റിംഗ്സ് ഈ ഒരു ലെവലിലേക്ക് പോകാൻ WWE ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള സ്റ്റോറി ലൈനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങളും കഥകളും അവർ സ്മാക്ഡൗണിലൂടെ പ്രസൻറ്റ് ചെയ്തേക്കാം. അതല്ല ഈ ക്വാളിറ്റി കുറവുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ്, ഈ സമ്മർ സ്ലാമിന് മുൻപുള്ള സ്മാക്ഡൗൺ എപ്പിസോഡ്സിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പാടെ ഒരു കുറഞ്ഞ നിലയിലായിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ 1 മില്യൺ വ്യൂവർഷിപ്പ് പോലും കിട്ടുമോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും സമ്മർ സ്ലാമിന് മുൻപുള്ള വ്യൂവർഷിപ്പ് അത് മാസങ്ങളിൽ ലഭിച്ച ഏറ്റവും വലിയൊരു വ്യൂവർഷിപ്പാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് വിരമിച്ച സാക്ഷാൽ ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചാണ്. ബ്രോക്ക് ലെസ്നറിൻ്റെ ഭാവി പദ്ധതികൾ എന്ത്, ബ്രോക്ക് ലെസ്നർ വിരമിക്കാനെടുത്ത ഒരു ഡീറ്റെയിൽസ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചതാണ്. ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ച് ഇനി കൂട്ടുകാർക്കൊരു സംശയമുള്ളത് ബ്രോക്ക് ലെസ്നറിനെ ഇനി എന്നാണ് ഹോൾ ഓഫ് ഫെയിമിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുക എന്നാണ്. നിലവിൽ പുറത്തേക്ക് വരുന്ന ഒരു റൂമർ 2027 റസൽമേനിയയുടെ ഭാഗമായിട്ട് നടക്കുന്ന ഹോൾ ഓഫ് ഫെയിമിലേക്ക് ബ്രോക്ക് ലെസ്നറിനെ ഇൻഡക്റ്റ് ചെയ്തേക്കും എന്നാണ്. അതായത് ഹോൾ ഓഫ് ഫെയിം ഇൻഡക്റ്റ് ആയിട്ടൊരു ഹെഡ്ലൈൻ ആയിട്ടുള്ളൊരു റെസ്ലർ ഉണ്ടായിരിക്കും, ഒരു വ്യക്തി ഉണ്ടായിരിക്കും. ആ ഒരു വ്യക്തി 2027 ബ്രോക്ക് ലെസ്നർ ആയിരിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വിരമിച്ച ഉടനെ പിറ്റേ വർഷത്തെ അതേ ഹോൾ ഓഫ് ഫെയിമിൽ തന്നെ ബ്രോക്ക് ലെസ്നറിനെ ഹോൾ ഓഫ് ഫെയിം ഇൻഡക്റ്റ് ആയിട്ട് കൊടുത്ത് ആ വലിയ ആദരവ് കൊടുക്കാനാണ് WWE പ്ലാൻ ചെയ്യുന്നത്. ചില കൂട്ടുകാർ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഹോൾ ഓഫ് ഫെയിം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. പ്രൊഫഷണൽ റെസ്ലിംഗ് ഇൻഡസ്ട്രിക്ക് കൊടുത്തിട്ടുള്ള അവരുടെ സംഭാവനകളെ ആ സംഭാവനകൾ കൊടുത്തതിനുള്ള ഒരു ആദരവ് കമ്പനി പ്രകടിപ്പിക്കുന്നതാണ് ഹോൾ ഓഫ് ഫെയിം എന്ന് പറയുന്നത്. ചിലപ്പോൾ പ്രൊഫഷണൽ റെസ്ലിംഗ് എന്നുള്ളതിൽ നിന്ന് മാറി ഈ ഇൻഡസ്ട്രിക്ക് പുറത്തുള്ളവരെയും ഹോൾ ഓഫ് ഫെയിമറായിട്ട് WWE കൊണ്ടുവരാറുണ്ട്. അത് അപൂർവമായിട്ട് മാത്രമേ കൊണ്ടുവരാറുള്ളൂ. ബ്രോക്ക് ലെസ്നറിനെ എന്തായാലും ഹോൾ ഓഫ് ഫെയിം ഇൻഡക്റ്റ് ആകുമെന്നുള്ളതിൽ ആർക്കും ഒരു തർക്കവും ഉണ്ടാകില്ല. അത് 2027 കാണാൻ സാധിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്, ഒരു റൂമർ പോലെ നിലവിൽ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ബ്രോക്ക് ലെസ്നർ വിരമിച്ചതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസരമായി പങ്കുവെക്കുന്നത് നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനും സൂപ്പർ താരങ്ങളിൽ സൂപ്പർ താരവുമായ റോമൻ റെയിൻസിനെ സംബന്ധിച്ച് WWE നിർണായകമായിട്ടുള്ളൊരു അപ്ഡേറ്റ് ഇന്നലെ രാത്രി പുറത്തേക്ക് വിടുകയുണ്ടായി. കുറേയധികം കൂട്ടുകാർ ഈ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി കേൾക്കാത്തവർക്ക് വേണ്ടി, അറിയാത്തവർക്ക് വേണ്ടി നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പങ്കുവെക്കാം. റോമൻ റെയിൻസിൻ്റെ കൈവശമുള്ള ചാമ്പ്യൻഷിപ്പിന് പുതിയൊരു ചലഞ്ചർ വരാൻ പോകുന്നു. ആ ഒരു ചലഞ്ചർ ആരാണെന്നുള്ളത് നിലവിൽ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ റോമൻ റെയിൻസ് ഈ ഒരു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത് റോ എപ്പിസോഡിൽ വെച്ചിട്ടായിരിക്കും എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 15 മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്ത് വെച്ച് നടക്കുന്ന ഒരു റോ എപ്പിസോഡിൻ്റെ സ്പെഷ്യൽ എഡിഷനിലാണ് റോമൻ റെയിൻസ് ഈ ഒരു ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടൂർണമെൻറ്റിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും ഒരു ക്ലാരിഫിക്കേഷൻ ലഭിച്ചിട്ടില്ല. പക്ഷേ ഒരു അപ്ഡേറ്റ് ഉള്ളത് ലൂച്ചാഡോർസ് ആയിരിക്കും ഈ ഒരു ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നത് എന്നാണ്. അതായത് റോയിലും സ്മാക്ഡൗണിലും AAA എന്ന് പറയുന്ന മെക്സിക്കൻ കമ്പനിയിലും ഭാഗമായിട്ടുള്ള ലൂച്ചാഡോർ റെസ്ലേഴ്സ് അവരായിരിക്കും ഈ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുന്നത്. അതിൽ ബെസ്റ്റ് റെസ്ലർ, അതായത് ഈ ടൂർണമെൻറ്റ് വിജയിച്ച് നമ്പർ 1 കണ്ടൻഡർ ആകുന്ന റെസ്ലറിന് സെപ്റ്റംബർ 15 റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ റോമൻ റെയിൻസിൻ്റെ കൈവശമുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിന് മത്സരം ലഭിക്കുമെന്നാണ് AAA ജനറൽ മാനേജറായ റെയ് മിസ്റ്റീരിയോ ഇന്നലെ രാത്രി പുറത്തേക്ക് വിട്ട വീഡിയോയിലൂടെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് റെയ് മിസ്റ്റീരിയോയും റോമൻ റെയിൻസും ആ ഫേസ് ടു ഫേസ് വന്നിട്ട് ഒരു ഡീലുണ്ട്, നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് റോ എപ്പിസോഡിൻ്റെ ഒരു ക്ലോസിംഗ് ഷോട്ട് കാണിച്ചിട്ടുള്ളത്. ഈ മത്സരം കൺഫേം ആയിട്ടുണ്ട്. AAA ഷോയിൽ റോമൻ റെയിൻസ് അപ്പിയറൻസ് നടത്താനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നില്ല. അത് ചിലപ്പോൾ നടത്തിയേക്കും. ഒരു സർപ്രൈസ് ആക്കിയിട്ട് നടത്തുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അതിൻ്റെ സാധ്യത നിലവിൽ തള്ളിക്കളയാൻ സാധിക്കില്ല. പക്ഷേ മാസ്ക് ഇട്ട് വരുന്ന ഒരു റെസ്ലറിനെതിരെ റോമൻ റെയിൻസ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ടൂർണമെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന്, ഈ ടൂർണമെൻറ്റിൽ എത്ര റെസ്ലേഴ്സ് പങ്കെടുക്കുന്നു
ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു അപ്ഡേറ്റ് WWE പുറത്തേക്ക് വിട്ടിട്ടില്ല. ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ടൂർണമെൻറ്റ് അടുത്ത റോ എപ്പിസോഡ് മുതൽ കിക്ക് ഓഫ് ചെയ്യും എന്നാണ്. സ്മാക്ഡൗണിലും ട്രിപ്പിൾ എ ഷോകളിലൂടെയും ചിലപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റ് മുന്നോട്ടേക്ക് കൊണ്ടുപോയേക്കാം. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീക്ക്ലി എപ്പിസോഡ്സ് ആണ് റോയുടെയും സ്മാക്ഡൗണിൻ്റെയുമായിട്ട് ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്നത്. റോമൻ റീൻസിന് പുതിയ എതിരാളി വരാൻ പോകുന്നു. അത് മെക്സിക്കോയിൽ വെച്ചിട്ട് മാസ്ക് ഇട്ട ഒരു റെസ്ലറിനെതിരെ റോമൻ റീൻസ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യാൻ പോകുന്നു. 600-ലധികം ദിവസങ്ങൾക്ക് ശേഷമാണ് റോമൻ റീൻസ് റോ എപ്പിസോഡിൽ മത്സരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അതിന് വലിയ പ്രത്യേകതകളുണ്ട്. കൂടാതെ നിലവിലൊരു റൂമർ പുറത്തേക്ക് വരുന്നത് ആരായിരിക്കും റോമൻ റീൻസിനെ നേരിടുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഏക ഒരു പേര് വരുന്നത് പെൻഡ എന്ന് പറയുന്ന മുൻ ഇന്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യൻ്റെ പേരായിരിക്കും. അത്ര ഗംഭീരമായിട്ടുള്ള പ്രകടനമാണ് അദ്ദേഹം ഈ ഡെബ്യൂവിന് ശേഷം റോയിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. അത്ര ഗംഭീരമായിട്ടൊരു പ്രകടനം, മാച്ച് ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. ഒരു ഹെവി വെയ്റ്റ് മാസ്ക് ഇട്ട ഹൈ ഫ്ലയർ റെസ്ലർ എന്നാണ് പെൻഡയുടെ ഒരു സവിശേഷത. ഈ പെൻഡ റോമൻ റീൻസിനെതിരെ നേരിട്ടാൽ പെൻഡ വിജയിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ലൊരു മത്സരവും നല്ലൊരു ക്വാളിറ്റിയുള്ളൊരു പ്രകടനവും പെൻഡയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. ഈ പെൻഡ എന്ന് പറയുന്ന റെസ്ലർ റോമൻ റീൻസ് നേരിട്ടുള്ളതിൽ വെച്ച് ഒരു വ്യത്യസ്തമാർന്ന ഒരു റെസ്ലർ ആയിരിക്കും. അപ്പോൾ ഈ റെസ്ലറിൻ്റെ മൂവ്സിനെതിരെ റോമൻ റീൻസ് എങ്ങനെ കൗണ്ടർ ചെയ്ത് വിജയിക്കുന്നു എന്നുള്ളത് കാണാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. പെൻഡ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചലഞ്ചർ ആണെങ്കിൽ കൂടിയും ഒരു റൂമർ നിലവിൽ പുറത്തേക്ക് വരുന്നത് എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന് പറയുന്ന റെസ്ലറിൻ്റെ പേരിലാണ്. എൽ ഗ്രാൻഡെ അമേരിക്കാനോയുടെ നിലവിലെ ഒരു സ്റ്റോറി ഫോളോ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാകും. മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യത്തെ ഇപ്പോൾ വലിയ രീതിയിൽ സപ്പോർട്ട് ലഭിക്കുന്ന പ്രൊഫഷണൽ റെസ്ലർ ഉണ്ടെങ്കിൽ അത് എൽ ഗ്രാൻഡെ അമേരിക്കാനയാണ്. കാരണം അദ്ദേഹം വരുന്ന ഇപ്പോൾ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഷോകളായാലും ഇപ്പോൾ ഇൻ റിംഗ് സെഗ്മെൻറ്റ്സ് ആയാലും ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ്സ് ആയാലും കാണികൾ ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറിന്, വലിയൊരു സിനിമാ താരങ്ങൾക്കൊക്കെ കൊടുക്കുന്ന വരവേൽപ്പാണ് എൽ ഗ്രാൻഡെ അമേരിക്കാനൊക്കെ കൊടുക്കുന്നത്. അത് ഒറിജിനൽ മെക്സിക്കോയിൽ നിന്നുള്ള റെസ്ലർ അല്ല, ലുഡ്വിഗ് കൈസറാണ് ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നത് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും എൽ ഗ്രാൻഡെ അമേരിക്കാനോ എന്ന് പറയുന്ന റെസ്ലറിന് വലിയൊരു സപ്പോർട്ട് മെക്സിക്കോയെ ആരാധകർ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ എൽ ഗ്രാൻഡെ അമേരിക്കാനോയെ റോമൻ റീൻസിൻ്റെ എതിരാളിയാക്കി കൊണ്ടുവന്നിട്ട് ഈ റോ എപ്പിസോഡിൽ റോമൻ റീൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നിലവിൽ അവരുടെ പ്ലാൻ, ഇനീഷ്യൽ പ്ലാൻ എന്നുള്ള ഒരു റിപ്പോർട്ടുകളാണ് നമുക്ക് കിട്ടുന്നത്. അത് നടക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതാണ്. അതിന് ഹീറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഡൊമിനിക് മൈസ്റ്റീരിയോയെ റോമൻ റീൻസിന് എതിരാളിയാക്കി ഇട്ടുകൊടുക്കുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഡൊമിനിക് മൈസ്റ്റീരിയോ മാസ്ക് ഇട്ടിട്ടുള്ള ഒരു റെസ്ലർ അല്ലല്ലോ എന്ന് നിങ്ങളിൽ ഒരു സംശയം വന്നേക്കാം. പക്ഷേ ഡൊമിനിക് മൈസ്റ്റീരിയോ നിലവിൽ ട്രിപ്പിൾ എയുടെ മെഗാ ചാമ്പ്യനാണ്. അതും വെച്ചിട്ട് ഡൊമിനിക് മൈസ്റ്റീരിയോ ഈ ഒരു ടൂർണമെൻറ്റിൽ എങ്ങനെയെങ്കിലും കുത്തിക്കയറാൻ വേണ്ടി നോക്കും. ചിലപ്പോൾ അദ്ദേഹം ആദ്യ 2 റൗണ്ടുകളിൽ ക്വാളിഫൈ നേടിയേക്കാം. അതിനുശേഷം ഫൈനൽ വരെ എത്തുന്നതും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. പക്ഷേ ഫൈനലിൽ ഡൊമിനിക് വിജയിക്കുമോ? വിജയിപ്പിക്കില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി ഒരു അട്ടിമറി വിജയമൊക്കെ കൊടുത്ത് റോമൻ റീൻസിനെതിരെ ഡൊമിനിക്കിനെ മത്സരിപ്പിക്കാൻ വേണ്ടി ഇറക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. വലിയ വലിയ പേരുകളൊക്കെ റോമൻ റീൻസിൻ്റെ എതിരാളിയായിട്ട് നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. അതൊക്കെ നടക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. എന്തായാലും ഒരു ഗംഭീരമായിട്ടുള്ള ടൈറ്റിൽ റണ്ണാണ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയതിനു ശേഷം റോമൻ റീൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എന്തായാലും ഒരു പാർട്ട് ടൈം റെസ്ലർ എന്നുള്ള ആ ഒരു ചീത്തപ്പേര് ഒഴിവാക്കുക തന്നെയാണ് ലക്ഷ്യം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്, നിങ്ങളിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാൾ കയറി വരും, പക്ഷേ അത് തന്നെ തോൽപ്പിക്കാൻ മതിയാകില്ല എന്നുള്ളത് താൻ പ്രൂവ് ചെയ്ത് തരാം എന്നുള്ളത്. അപ്പോൾ ആര് വന്നാലും താൻ തന്നെ വിജയിക്കുമെന്നുള്ളൊരു സോഷ്യൽ മീഡിയ പോസ്റ്റും ഇനി വരാൻ പോകുന്ന എതിരാളിക്ക് ഒരു മുന്നറിയിപ്പ് പോലെ റോമൻ റീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോമൻ റീൻസ് റെഡിയാണ് ആര് വന്നാലും നേരിടാൻ വേണ്ടിയിട്ട്. ഗംഭീരമായിട്ടുള്ളൊരു ക്വാളിറ്റിയുള്ള എപ്പിസോഡ്സ് ആയിരിക്കും റോയുടെ ഭാഗത്ത് നിന്ന് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് എന്നുള്ളത് സംശയം പറയാൻ സാധിക്കും. ആക്റ്റീവായിട്ടുള്ള റോമൻ റീൻസ് ഉണ്ടെങ്കിൽ ഗംഭീര സ്റ്റോറി ലൈനുകൾ ക്രിയേറ്റീവ് ടീമിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.